പതിവ് പോലെ രാവിലെ വീക്ക് ഡേ ആണ് കേട്ടോ. അച്ഛനും മോനും സുഖമായിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ നേരെ ഫ്രഷ് ആയിട്ട് അടുക്കളയിലോട്ട് പോവാണ്. 7:15 ഒരു അലാമുണ്ട്, അതിലാണ് അച്ഛനും മോനും എഴുന്നേൽക്കുന്നത്. ഞാൻ എന്തായാലും നേരെ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാ. അങ്ങനെ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് ഇനി നമ്മുടെ അങ്കുവിന് സ്കൂളിലേക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കാം. കുറച്ച് കറുത്ത കടലയുടെ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് ചൂടാക്കി അതിൻ്റെ കൂടെ റൊട്ടിയും കൂടെയാണ് ഞാൻ മെയിനായിട്ട് കൊടുത്തയക്കാൻ പോകുന്നത്. പിന്നെ മുന്തിരിങ്ങ സ്ഥിരം എപ്പോഴും വെക്കുന്ന പോലെ തന്നെ മുന്തിരിങ്ങ തീരുന്നവരിന് മുന്തിരിങ്ങ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് കഴുകി അതും കൂടെ വെച്ച് എടുക്കും. അങ്ങനെ അങ്കിത്തിനുള്ള ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ റെഡിയായിട്ട് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. എന്നും സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാൻ കാണും. എനിക്കൊന്നും മനസ്സിലാവത്തില്ല, എന്തൊക്കെയോ പറയും. മയിലിന്റെ കരച്ചിലാണത് കേട്ടോ, പൂച്ചയുടെ പോലെ. ഒന്നുമില്ല, സൂക്ഷിച്ചു പോകണേ, അവിടെയൊക്കെ തെന്നി കിടക്കുന്നുണ്ടേ. തലേദിവസം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ട്, താഴെയൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ മെല്ലെ മെല്ലെ മാറുകയാണ്, തണുപ്പ് മാറി ചൂടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല, പക്ഷെ നല്ല വെട്ടം വീണിട്ടുണ്ട്. രാത്രി അപ്പോൾ ഒരു കുഞ്ഞു മഴ പെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചു പോ, അവിടെ തെന്നുണ്ടേ. അങ്ങനെ അടുത്ത ഒരാൾക്കെയും ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പുറത്ത് പണി നടക്കല്ലേ അപ്പുറത്തെ വീട്ടില്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നെയ്ബേഴ്സ് മാറി ഇപ്പോൾ പുതിയ ആൾക്കാർ വരണം. അപ്പോൾ അതിന് മുന്നേ ഫ്ലാറ്റ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല തട്ടും മുട്ടും കാര്യങ്ങളൊക്കെയാണ്. രാത്രി ഓഫീസിലേക്ക് ഇറങ്ങിയ സമയത്ത് നല്ലതായിട്ട് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സൂര്യൻ നന്നായിട്ട് ഉദിച്ചു. ഇവിടെയുള്ള ഒരു കിളികൾക്ക് അരിയും പയറും പരിപ്പും വെള്ളവും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ കുരുവികൾ താഴെ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ വന്നിങ്ങനെ ഇരിക്കാറുണ്ട്, കൂടെ അണ്ണാനും. മൊത്തത്തിൽ അതിൻ്റെയൊക്കെ ശബ്ദമാണ് ഈ സമയത്ത് ഇവിടെ. പരിപ്പ് ഇട്ടിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി, അതൊന്ന് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഉച്ചയായപ്പോൾ. അത് ഒരുവിധം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. രാവിലത്തെ പാല് കാച്ചിയതിൻ്റെ ബാക്കി. പിന്നെ കുറച്ച് സാമ്പാറിനുള്ള തൂവരപ്പരിപ്പും വേവിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് തുണി വിരിക്കാനുണ്ട്, തുണിയൊക്കെ വിരിക്കണം. സാമ്പാറിൻ്റെ പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ട്. ദോശയും സാമ്പാറും ആണ് ഉച്ചയ്ക്ക് ലഞ്ചിന്. രാത്രി വരുമ്പോൾ ദോശ അങ്ങ് ചുട്ടു കൊടുത്താൽ മതിയല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങുകയും ചെയ്യും. ഒരുവിധം പൊങ്ങി ഇരിപ്പുണ്ട് മാവ്. പിന്നെ അങ്കിത്തിനും അത് തന്നെയാണ്, അവന് രാവിലെ ചപ്പാത്തിയാണല്ലോ കൊടുത്തു വിട്ടത്, അപ്പോൾ അവന് 2 ദോശ വിട്ട് കൊടുക്കും. ഞാനും അത് തന്നെ. ഞാൻ ചിലപ്പോൾ ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കും, എനിക്ക് ഇഡ്ഡലി സാമ്പാറും ഇഷ്ടം കുറച്ചും കൂടെ. പിന്നെന്താണ്, ഇനി തുണി വിരിക്കണം. തുണി വിരിച്ചതിന് ശേഷം മെയ്ഡൊക്കെ വന്നതിന് ശേഷം ഇനി അടുത്ത സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം പരിപ്പ് വേവിച്ചിട്ടുണ്ടല്ലോ, ഇനി പച്ചക്കറിയൊക്കെ എടുത്ത് ഒന്ന് വേവിക്കാനിടണം, ഒന്ന് കഴുകി അരിഞ്ഞ് അതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ തുടക്കം. മണി 9:30 കഴിഞ്ഞല്ലോ.
കഴിഞ്ഞു. കാറ്റും വെയിലും ഒക്കെ ഉള്ള ദിവസമാണ്, ഉണങ്ങിക്കോളും. ഇനി ഒരു ചായ ഇട്ട് കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചായ ഇട്ട് കുടിക്കാൻ പോവാ. ത്രെഡ് ചെയ്യാൻ പോണമെന്നും വിചാരിക്കും. പുഴുകൊക്കെ ഒരുമാതിരി ഷേപ്പില്ലാതെ വളർന്നു വരുന്നുണ്ട്. മടിയാന്നേ. पानीपुरी वाला, दही बड़े वाला, मतलब अलग अलग ऐसे लगवा इतना भी। अब पहले गांव में ना एक टाइम खाना देते थे, एक टाइम खाना। अब ना 2 बार खाना होता है। एक बार जब बारात आने से पहले, एक बार जब लड़की विदा हो जाती जब खाना खाते। पहले एक ही बार में खाना होता था सबका, अब 2 बार में खाना होता है। अभी लोग पैसा भी ज्यादा है लोगों के पास। അങ്ങനെ നമ്മുടെ മെയ്ഡ് വന്നു പോയതിന് ശേഷം അടുത്ത സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ട് കിച്ചണിൽ കയറി. നമ്മൾ ഓണ സമയത്ത് കട്ടക്കായം വാങ്ങിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടോഫി പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ന് സാമ്പാറിന് ഇടുന്നത്. ഞാൻ എപ്പോഴും മറന്നുപോയി, എപ്പോഴും പൊടിയാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ ഓർത്ത് അത് എടുത്തു. അപ്പോൾ പരിപ്പ് വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ കായം കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉരുകി കിട്ടുമല്ലോ അതിനകത്ത് കിടന്ന്. പിന്നെ പച്ചക്കറികളുള്ളതൊക്കെ ഞാനന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും അത്ര പച്ചക്കറി ഇല്ലാത്ത സാമ്പാറാണ് എനിക്കിഷ്ടം. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ ഇട്ടിട്ട് എന്തായാലും അതും കൂടെ നമ്മുടെ പരിപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ പുളിവെള്ളം പിഴിഞ്ഞിട്ട്, കുറച്ച് പുളിയേ ഞാൻ പിഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഇഡലിക്ക് സാമ്പാറിനുള്ളതിന് അധികം പുളി പിഴിയാറില്ല. അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ, സാമ്പാറിനുള്ള മസാല എല്ലാം ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ദോശയും രാക്കേ വന്നപ്പോൾ പെട്ടെന്ന് ചുട്ടെടുത്തു. എനിക്കായിട്ട് ഞാൻ സെപ്പറേറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി. എനിക്ക് ഇഡ്ഡലി സാമ്പാറുമാണ് ഒത്തിരി ഇഷ്ടം. ഒരു 10 ഇഡ്ഡലി ഉണ്ടാക്കി. അങ്കിത്തിന് വരുമ്പോൾ അവനും കൂടെ വേണമെങ്കിൽ 2 എണ്ണം കൊടുക്കാം. രാക്കയെടുത്തും ചോദിക്കും, വേണമെങ്കിൽ രാക്കയും കഴിക്കും. നമ്മുടെ അങ്കുക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങാൻ റെഡി ആവുക. 5 മണിക്കാണ് സാധാരണ ട്യൂഷൻ, പക്ഷെ ഇപ്പൊ എക്സാം നടക്കുന്നുണ്ട്. 4:30 ട്യൂഷന് പോകണം. അവൻ പെട്ടെന്ന് റെഡിയായി പോവാ. ചെല്ല് പെയിന്റിന്റെ സ്മെല്ല് വരും മാത്രം. അപ്പുറത്ത് പെയിന്റ് അടിക്കുന്നതിന്റെ ആ പൊടിയും സ്മെല്ലും ഒക്കെ നമ്മുടെ വീട്ടിലും വരും. പുറത്തോട്ട് ഇറങ്ങിയാലേ നമുക്ക് ഒരുമാതിരി വരും. ആദ്യമൊക്കെ ഒരുവിധം നമുക്ക് ഇഷ്ടപ്പെടും ആ ഒരു പെയിന്റിന്റെ സ്മെല്ല്. പിന്നെ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്തോ ഒരു സഫക്കേഷൻ പോലെ തോന്നും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പം മൊത്തത്തിൽ ഇവിടെ. നമ്മുടെ ഡിന്നറാണിത് കേട്ടോ. സമോസ ഉണ്ടായിരുന്നു നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഡിന്നറും കൂടെ അങ്ങ് ഓർഡർ ചെയ്തു. ചില ദിവസങ്ങളിലങ്ങ് മടിയാ. അങ്ങനെ സമോസ ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടെ മുട്ടക്കറിയും പനീറും, നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടല്ലോ അതും, പിന്നെ ബട്ടർ നാനും. എഗ് കറി 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പനീർ ബട്ടർ മസാലയും തന്തൂരി ബട്ടർ നാനും. സ്നാക്സ് സമോസയ്ക്ക് വേണ്ടിയാണ് ശരിക്കും വിളിച്ചത്. പിന്നെ ഡിന്നറും കൂടെ ഞാൻ പറഞ്ഞ പോലെ മടി കാരണം അങ്ങ് ഓർഡർ ചെയ്തതാ. സമോസയുടെ കൂടെ ഒരു ഗ്രീൻ ചട്നിയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മല്ലിയിലയും പുതിനയൊക്കെ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞുണ്ടല്ലോ അത്. അപ്പോൾ ഞങ്ങൾ പോച്ചർ എന്ന് പറഞ്ഞൊരു മൂവി ആമസോണിൽ വന്നിട്ടുണ്ട്. മൂവിയല്ല, അതൊരു സീരീസാണ്. അപ്പോൾ അത് ഇട്ട് കാണുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഡിന്നറായ നാനും മുട്ടക്കറിയും പനീർ ബട്ടർ മസാലയും ചട്നിയും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. സമോസ ആദ്യമേ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.